പ്രിയപ്പെട്ടവരെ നമസ്കാരം, സനോജാണ്. ഒരിക്കൽ കൂടി ഞാൻ ഈ ബാംബൂ തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വെറും മുളയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ കാണുന്നത് മുളയല്ല. ഇത് എന്താ പറയുക, എനിക്ക് ഇതിൻ്റെ തലപ്പ് കണ്ടില്ലേ, ഏകദേശം ഒരു 35 അടി ഹൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണുന്നത് ഒരു പേനയായിട്ടാണ്. എന്ന് വെച്ചാൽ മുളയുടെ പേനയായിട്ടാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ മുളയുടെ പേന അന്വേഷിച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ നോക്കുമ്പോൾ നല്ല 30-35 അടി ഹൈറ്റിലിങ്ങനെ നിൽക്കണം. അപ്പോൾ അതിലിത് ഒരെണ്ണം ഇന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതിന് താഴെ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീഡിയോ മുഴുവനും കാണുക, കാരണം ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ പാർട്ടായിട്ടാണ് ഇടുന്നത്. ഫുൾ ലെങ്ത് ആകുമ്പോൾ ഒരുപാട് നീളം വരുന്നതുകൊണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ മുഴുവനായിട്ട് കണ്ടിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിക്കുക. അപ്പോൾ ഒരു ബാംബു പേനയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് സാധാരണ പേനയുടെയൊക്കെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 ഇഞ്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 6 ഇഞ്ച് വരുന്നുണ്ട്. ഈ പേനയ്ക്ക് 6 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. നമുക്കൊരു 5 ഇഞ്ചൊക്കെ മതി. ഇത് ചെറിയ റീഫില്ലായതുകൊണ്ട് നമുക്ക് 5 ഇഞ്ചൊക്കെ മതിയാവും. ഇത് ഏകദേശം ഒരു ടോട്ടൽ 4 ഇഞ്ചുള്ളൂ. ഒരു 5 ഇഞ്ച് പേന, ഇത് ഒരു 5 ഇഞ്ച് പേനയാണ്. 5 ഇഞ്ചുള്ളൂ. നമുക്ക് 5 ഇഞ്ചാണ് മതി, ടോട്ടൽ 5 ഇഞ്ച് എന്നുള്ള രീതിയിൽ. നമുക്കിനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതുണ്ടല്ലേ, ഇതിന് ഉള്ളിലേക്ക് ടോപ്പ് കയറ്റി വിടണ്ടേ. ഈ ടോപ്പ് ഇങ്ങനെ കയറ്റി വിടണം. ടോപ്പ് ഇതുവരെ ഇങ്ങോട്ട് ചെല്ലണം. എന്ത് നമ്മൾ ഈ വിരൽ വെച്ചിടത്തുനിന്ന് ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ എടുക്കുക. അവിടെ നിന്ന് മാർക്ക് ചെയ്യുക. ഇത് കട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്തെടുക്കണം. ഒന്ന് വരഞ്ഞ് എടുക്കാനേ പാടുള്ളൂ. പോകേണ്ട ഭാഗത്തിൻ്റെ സൈഡ് മാത്രം അത്രയും കനത്തിൽ താഴ്ത്താൻ പാടുള്ളൂ. കൂടുതൽ താഴ്ത്തി ടിക്കൊണ്ട് പൊട്ടിപ്പോകും. അപ്പോൾ അതങ്ങനെ സംഭവിക്കാൻ പാടില്ല. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെത്തിയെടുക്കുക. ഒരു സൈഡ് കത്തി വെച്ച് ഇങ്ങനെ 4 സൈഡും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാ ഭാഗവും അതേപോലെ തന്നെ ചെത്തിയെടുക്കുക. അപ്പം നമ്മുടെ ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇവിടുന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് റബ്ബ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോപ്പിലൊന്ന് കയറ്റി ഇട്ട് നോക്കാം. കറക്റ്റായിട്ട് കയറി നോക്കാം. ഇത് മുഴുവൻ അങ്ങോട്ട് കയറണം. ടൈറ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഒരു പേനയുടെ പകുതിയോളം പണി കഴിഞ്ഞു. ഇനിയുണ്ട്. തിരിച്ച് പുറകിലേക്ക് വലിച്ച് നോക്കാം. കറക്റ്റായിട്ട് വരുന്നുണ്ട് നോക്കാം. യെസ്, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്താ വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ ടോട്ടൽ പേനയുടെ ഷേപ്പ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ടോപ്പിന് കുറച്ച് വണ്ണം കൂടുതലാണല്ലോ. അപ്പോൾ ആ വണ്ണം നമ്മൾ ചെത്തി കറക്റ്റ് ചെയ്യാം. അല്ലോ,
ഓക്കെ, ഇനിയാണ് ഫിനിഷിങ് വർക്ക് വരുന്നത്. നമ്മളിത് റബ്ബ് ചെയ്തിട്ട് പേനേനെ ശരിക്കും നമ്മുടെ സാധാരണ പേനയുടെ ഷേപ്പിലേക്ക് ആക്കി മാറ്റണം. ഓക്കെ, അത് കുറച്ച് സമയമെടുക്കുന്ന വർക്കാണ്, എന്നാലും നമുക്കങ്ങ് തുടങ്ങാം. ഈ ഭാഗം ഏറ്റവും എൻ്റെ ഭാഗം ഒന്ന് ചെറുതായി കനം കുറയ്ക്കാം. രണ്ട് ഭാഗം ഒന്ന് കനം കമ്മിയിട്ടുണ്ട്. ഇത്രയും കനം കമ്മിയായേ പോരാ, നമുക്ക് ടോപ്പില്ലേ, ടോപ്പ് കയറണം. പുറകുവശം അങ്ങ് കയറുന്ന രീതിയിലുള്ള അത്രയും കനം കുറയണം പുറകിൽ. എന്താ ടോപ്പ് കയറാറായിട്ടില്ല, നമുക്ക് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇത്രയും മതി. ഓക്കെ, ഇനി അടുത്ത റബ്ബിങ് തുടങ്ങാം. വീണ്ടും ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് കിടക്കുകയാണ്. ഇപ്പം നമ്മൾ പേനയുടെ ഈ അടിഭാഗം ഏകദേശം ലെവലായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഫിനിഷ് ചെയ്യണം. ഇനി ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഷേപ്പ് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത പണി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഉരച്ചിട്ട് തന്നെ ലെവലിൽ കിട്ടണം. ഇങ്ങനെ സ്ട്രൈറ്റാണ് ഇപ്പോൾ ഉള്ളത്, സ്ട്രൈറ്റായിട്ടാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമുക്കിവിടെ ഇവിടെയും കൂടെ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ അതിന് പ്രത്യേക ഭംഗിയായിരിക്കും. ഇവിടെ ഒന്നിങ്ങനെ ചെറുതായി മടങ്ങിയിട്ടുണ്ട് അല്ലേ, ഒരു കർവ് വന്നിട്ടുണ്ട് ഇവിടെ. കുറച്ച് നൈസായിട്ടുള്ള പേപ്പർ ഇട്ടത് അത് വരച്ച് ഫിനിഷ് ചെയ്യണം. ഇപ്പം നമ്മുടെ എല്ലാ വർക്കുകളും ഏകദേശം ഒരു 3/4 ഭാഗത്തോളം പേനയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വെക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ നമുക്ക് ഷട്ടിലൊക്കെ കുത്താനുള്ള ആ ഒരു എന്താ പറയുക പിടുത്തം വയ്ക്കാനുണ്ട്. പിന്നെ ഇത് മുകളിൽ കവർ ചെയ്യാണ്ട്, പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഇതിൻ്റെ ഇവിടെ പേന ലോക്ക് വരുന്ന സ്ഥലത്ത് നമുക്കൊരു സാധനം വയ്ക്കാനുണ്ട്. ഇതിനായിട്ട് നമ്മൾ ചിരട്ട വയ്ക്കുന്നത് ഈ സൈഡിൽ. അതുപോലെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം പേന, പക്ഷെ അത് ലൈഫ് കിട്ടില്ല. കുറച്ചുകൂടി ലൈഫ് കിട്ടാനും അത് പൊട്ടിപ്പോകാണ്ടിരിക്കാനും ബലം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇവിടെ ഒരു ചിരട്ടയുടെ ലോക്ക് വെക്കണം, ഇവിടെ ചിരട്ടയുടെ ഒരു ക്യാപ്പ് വെക്കണം, ഇവിടെ ഒരു ലോക്ക് വെക്കണം, ഇവിടെ ഒരു ക്യാപ്പ് വെക്കണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചിരട്ട എടുക്കാം. അല്ല, ചിരട്ട എടുക്കുന്നതിന് മുമ്പ് നമുക്ക് പോക്കറ്റിൽ കുത്തുന്ന ആ ഒരു ലോക്ക് നമുക്ക് ഉണ്ടാക്കാം. ആ ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ, ഇതൊരു 2 ഇഞ്ച് ഉണ്ടല്ലോ അല്ലേ, നമുക്ക് ക്യാപ്പ് 2 ഇഞ്ച് ഉണ്ട്. അപ്പോൾ
3.5 അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പീസ് നമുക്ക് മുറിച്ചെടുക്കാം. 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതൊന്നൊരു പീസ് നമുക്ക് മുറിക്കണം. അപ്പോൾ അതിന് നമുക്ക് 4 സെൻറ്റിമീറ്റർ അളന്നിട്ട് മുറിക്കാം. അപ്പോൾ 4 സെൻറ്റിമീറ്റർ അളന്നിട്ട് നമ്മൾ 4 സെൻറ്റിമീറ്റർ മുറിക്കാൻ പോകണം. നാല് സെൻറ്റിമീറ്റർ നീളത്തിലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് അത്രയും ആവശ്യമില്ല, നമുക്ക് ഇത്രയൊന്നും വലുപ്പം ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. പൊളിക്കാം. ഒരു പീസ് പൊളിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പീസ് കിട്ടിയിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പീസ്. നമുക്കിത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഉണ്ടല്ലേ? ഇങ്ങനെ വെച്ച് കൊടുത്താൽ ലോക്കാവില്ലല്ലോ. ലോക്കാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പണികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇതേപോലെ തന്നെ റബ്ബ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഒരു ചെറിയൊരു അടിഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് ക്ലിയറാക്കി എടുക്കുക. ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഉൾവശം കണ്ടില്ലേ, ഒരു വരയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ആ വരയിട്ട് വെച്ചവിടെ നിന്ന് നമുക്കൊന്ന് ചീകിയെടുക്കാനുണ്ട് കത്തി കൊണ്ട്. ചരിച്ചിട്ടൊരു ലോക്ക് ഇടണം. കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓക്കെ, ചെറിയൊരു ലോക്ക് ഇട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. കണ്ടല്ലേ, ഇത് നമ്മൾ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഒന്നുകൂടി ഫിനിഷ് ചെയ്യണം. അല്ല, ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നില്ല. നേരത്തെ ചെയ്ത പോലെ അല്ലേ, നോക്കൂ. ഉണ്ടോ, കറക്റ്റ് പേനയുടെ ആ ഒരു ഷേപ്പ് വന്നു. ഇനി അത് നമ്മൾ പശ വെച്ചങ്ങ് ഒട്ടിക്കും. ലാസ്റ്റ് ഒട്ടിക്കാം. അവസാനം എനിക്ക് വേണ്ടുന്ന രീതിയിൽ ലാസ്റ്റ് ഒട്ടിക്കാം. ഇനി നമുക്ക് അടുത്ത് ചിരട്ടയുടെ വർക്കാണ്. ചിരട്ട നമുക്ക് അതിൽ ഫിറ്റ് ചെയ്തിട്ട് അതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോകളിൽ കാണാം. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.